ഇന്നത്തെ ചിന്താവിഷയം ആത്മീയമായ അസംതൃപ്തി. ജീവപര്യന്തം സന്തോഷിക്കുന്നതും സുഖമനുഭവിക്കുന്നതുമല്ലാതെ ഒരു നന്മയും മനുഷ്യർക്കില്ല. സഭാപ്രസംഗി 3:12 എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണമെങ്കിൽ ഈ ലോക ജീവിതത്തിൽ ഉള്ളത് മതി എന്ന് നമ്മൾ വിചാരിക്കണം. എന്നാൽ ആത്മീയ ജീവിതത്തിൽ ഒരിക്കലും ഉള്ളത് മതിയെന്ന് നാം ചിന്തിക്കരുത്. അതായത് തൃപ്തിപ്പെടരുതെന്ന് സാരം. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതം മുരടിച്ചു പോകും. പിന്നെ വളർച്ചയ്ക്ക് യാതൊരു സാധ്യതയുമില്ല. അതെ, അതാണ് യൂദാസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. 3.5 വർഷം യേശുവിനോടൊപ്പം സഞ്ചരിച്ചിട്ടും ആത്മീയ ജീവിതത്തിൽ അസംതൃപ്തനാകാൻ അവന് സാധിച്ചില്ല. ലോകമോഹം ഉപേക്ഷിക്കാനും കഴിഞ്ഞില്ല. ഒടുവിൽ അവൻ ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് ദ്രവ്യാഗ്രഹത്തിനടിമപ്പെടുകയും ദൈവത്തിൻ്റെ ശത്രുവായി തീരുകയും ചെയ്തു. അങ്ങനെ അവൻ്റെ ജീവിതം നാശത്തിൽ കലാശിച്ചു. ഇന്ന് ആത്മീയ വളർച്ച പ്രാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ലോക ജീവിതത്തിൽ സംതൃപ്തരാകുന്നതിനും ആത്മീയ ജീവിതത്തിൽ അസംതൃപ്തരാകുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും എന്ന വചനം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. മത്തായി 5:3.